ഓ ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം ദ്വിസപ്തതിതമ സർഗഃ 72-ാം സർഗം. 72-ലെ 1 തുടങ്ങി 10 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. ഒന്നാമത്തെ ശ്ലോകം. അവശ്യം സ്തു തതസ്തത്ര പിതരം പിതുരാലയേ ജഗാമ ഭരതോ ദ്രഷ്ടും മാതരം മാതുരാലയേ. അനുപ്രാപ്തം തു തം ദൃഷ്ട്വാ കൈകേയീ പ്രോഷിതം സുതം ഉത്പപാത തദാ ഹൃഷ്ട ത്യക്ത്വാ സൗവർണമാസനം. സപ്രവിശ്യൈവ ധർമാത്മാ സ്വഗൃഹം ശ്രീവിവർജിതം ഭരതപ്രേക്ഷ്യ ജഗ്രാഹ ജനന്യാക്ഷരണൗ ശുഭൗ. തം മൂർധ്നി സമുപാഘ്രായ പരിഷ്വജ്വയശസ്വിനിം അംഗേ ഭരതമാരോപ്യ പൃഷ്ടും സമുപചക്രമേ. അദ്യതേ കദിജിത് രാത്രയച്യുതസ്യ രഘവേശ്മനഃ അഭിനാധ്വശ്രമശീഘ്രം രഥേനാപതതസ്തവ. ആര്യകസ്തേ സുകുശലീ യുധാജിന്മാതുലസ്തവ പ്രവാസാച്ച സുഖം പുത്ര സർവം മേ വക്തുമർഹസി. ഏവം പൃഷ്ടസ്തു കൈകേയ്യ പ്രിയം പാർത്ഥിവനന്ദനഃ ആചഷ്ടഭരതഃ സർവം മാത്രേ രാജീവലോചനഃ. അദ്യ മേ സപ്തമീ രാത്രിച്യുതസ്യ രഘവേശ്മനഃ അംബായാ കുശലീ താതോ യുധാജിന്മാതുലക്ഷമേ. യന്മേ ധനം ച രത്നം ച ദദൗ രാജാ പരന്തപഃ പരിശ്രാന്തം പഥ്യഭവത് തതോഹം പൂർവമാഗതഃ. രാജവാക്യഹരൈർദൂതൈ സ്തുര്യമാണോഹമാഗതഃ യദഹം പ്രഷ്ടുമിച്ഛാമി തദംബാ വക്തുമർഹതി. 1 തുടങ്ങി 10 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത് 72-ാം സർഗത്തിലെ. ഇനിയും 1-ാമത്തെ ശ്ലോകം തുടങ്ങി ചൊല്ലി അർത്ഥമൊന്ന് നോക്കാം. 1-ാമത്തെ ശ്ലോകം. അപശ്യം സ്തു തതസ്തത്ര പിതരം പിതുരാലയേ ജഗാമ ഭരതോ ദ്രഷ്ടും മാതരം മാതുരാലയേ. 1-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. പിതൃഗേഹത്തിൽ പിതാവിനെ കാണാഞ്ഞ് ഭരതൻ മാതാവിനെ കാണാൻ മാതൃഗൃഹത്തിലേക്ക് പോയി. ശ്ലോകം 2. അനുപ്രാപ്തം തു തം ദൃഷ്ട്വാ കൈകേയീ പ്രോഷിതം സുതം ഉത്പപാത തദാ ഹൃഷ്ട ത്യക്ത്വാ സൗവർണമാസനം. ശ്ലോകം 2-ന്റെ അർത്ഥം. ദൂരദേശത്ത് പോയിരുന്ന പുത്രൻ വന്നിരിക്കുന്നത് കണ്ട്
കൈകേയി സ്വർണ്ണനിർമ്മിതമായ ഇരിപ്പിടം വെടിഞ്ഞ് ചെന്നെതിരേറ്റു. ശ്ലോകം 3. സപ്രവിശ്യൈവ ധർമാത്മാ സ്വഗൃഹം ശ്രീവിവർജിതം ഭരതപ്രേക്ഷ്യ ജഗ്രാഹ ജനന്യാചരണൗ ശുഭൗ. ശ്ലോകം 3-ന്റെ അർത്ഥം: ആ ധർമാത്മാവായ ഭരതൻ ശ്രീയില്ലാത്ത സ്വഗ്രഹം കണ്ട് ജനനിയുടെ കാൽ പിടിച്ച് നമസ്കരിച്ചു. ശ്ലോകം 4. തം മൂർധ്നി സമുപാഘ്രായ പരിഷ്വജ്വയശസ്വിനിം അംഗേ ഭരതമാരോപ്യ പൃഷ്ടും സമുപചക്രമേ. ശ്ലോകം 4-ന്റെ അർത്ഥം: യശസ്വിയായ അദ്ദേഹത്തെ മൂർധാവിൽ മുകർന്ന് ആലിംഗനം ചെയ്തിട്ട് മടിയിലിരുത്തി ചോദിക്കാൻ ആരംഭിച്ചു. അമ്മ മകനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ ആരംഭിച്ചു. ശ്ലോകം 5. അദ്യതേ കദിചിദ്രാത്രച്യുതസ്യാരകവേശ്മനഃ അപി നാധ്വശ്രമശീഘ്രം രഥേനാപതതസ്തവ. ശ്ലോകം 5-ന്റെ അർത്ഥം: മാതാമഹൻ്റെ ഗൃഹത്തിൽ നിന്നും പുറപ്പെട്ടിട്ട് ഇന്നേക്ക് എത്ര രാത്രി കഴിഞ്ഞു? രഥത്തിൽ അതിവേഗം യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമില്ലേ? ശ്ലോകം 6. ആര്യകസ്തേ സുകുശലീ യുധാജിന്മാതുലസ്തവ പ്രവാസാച്ച സുഖം പുത്ര സർവം മേ വക്തുമർഹസി. ശ്ലോകം 6-ന്റെ അർത്ഥം: മുത്തച്ഛൻ അവിടെ സുഖമായിരിക്കുന്നില്ലേ? അതുപോലെ നിൻ്റെ അമ്മാവൻ യുധാജിത്തും ഇവിടെ നിന്ന് പോയതിന് ശേഷം സുഖം തന്നെ ആയിരുന്നില്ലേ? എല്ലാം എന്നോട് പറയണം. ശ്ലോകം 7. ഏവം പ്യഷ്ടസ്തു കൈകേയ്യ പ്രിയം പാർത്ഥിവനന്ദനഃ ആചഷ്ടഭരതഃ സർവം മാത്രേ രാജീവലോചനഃ. ശ്ലോകം 7-ന്റെ അർത്ഥം: കൈകേയി ഇപ്രകാരം പ്രിയത്തോട് ചോദിച്ചപ്പോൾ രാജീവനേത്രനായ പാർത്ഥിവനന്ദനൻ മാതാവിനോട് എല്ലാം പറഞ്ഞു, വിശേഷങ്ങളെല്ലാം പറഞ്ഞു. ശ്ലോകം 8. അദ്യമേ സപ്തമീ രാത്രി ച്യുതസ്യാരകവേശ്മനഃ അംബായാ കുശലീ താതോ യുധാജിന്മാതുലക്ഷമേ. ശ്ലോകം 8-ന്റെ അർത്ഥം: മുത്തച്ഛൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടിട്ട് ഇതേഴാമത്തെ രാത്രിയാണ് കഴിഞ്ഞത്. അമ്മയുടെ അച്ഛൻ സുഖമായിരിക്കുന്നു. അമ്മാവൻ യുധാജിത്തിനും സുഖം തന്നെ. ശ്ലോകം 9. യന്മേ ധനം ച രത്നം ച ദദൗ രാജാ പരന്തപഃ പരിശ്രാന്ത്യം പഥ്യഭവത് തതോഹം പൂർവമാഗതഃ. 9-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ശത്രുഞ്ജയനായ മഹാരാജാവ് എനിക്ക് തന്ന ധനവും രത്നങ്ങളും മറ്റും അവർ കൊണ്ടുവരുന്നതേ ഉള്ളൂ, ദൂതന്മാർ കൊണ്ടുവരുന്നതേ ഉള്ളൂ. ക്ഷീണിതരായതുകൊണ്ട് ഞാൻ മുൻപേ പോന്നുവെന്നേ ഉള്ളൂ. ശ്ലോകം 10. രാജവാക്യഹരൈർദൂതൈസ്ത്വൈര്യമാണോഹമാഗതഃ യദഹം പൃഷ്ടുമിച്ഛാമി തദംബാ വക്തുമർഹതി. ശ്ലോകം 10-ന്റെ അർത്ഥം: രാജാജ്ഞ കൊണ്ടുവന്ന ദൂതന്മാർ തിടുക്കപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ മുമ്പേ എത്തിയെന്നേ ഉള്ളൂ. ഇനി ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു ചില കാര്യങ്ങളൊക്കെ. അമ്മ അതിന് ഉത്തരം പറയൂ. 10 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ചൊല്ലി ഒന്ന് ചിന്തിച്ചത്. 72-ാം സർഗത്തിലെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു.